ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുറിച്ചുകളയൽ ഭീഷണി നേരിടുന്ന ഫ്രൂട്ടുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിൽ വിരുന്ന് വന്ന ധാരാളം വിദേശി ഫ്രൂട്ടുകളുണ്ട്. ആദ്യം നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് റംബൂട്ടാനായിരുന്നു. സീഡ് നട്ട പ്ലാന്റായിരുന്നു ആദ്യമൊക്കെ. ആ പ്ലാന്റാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ ബഡ് തൈകൾ കിട്ടിത്തുടങ്ങിയപ്പോൾ സീഡ് നട്ട തൈകൾ കായ്ച്ചില്ലെങ്കിൽ മുറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. എനിക്ക് വളരെ വിഷമം തോന്നി. 7 വർഷം കൊണ്ട് ഇതിവിടെ നിൽക്കുകയായിരുന്നു, ഇതുവരെയും കായ്ഫലം ഇല്ല. ഇപ്പോൾ ബഡ് തൈകളൊക്കെ ആകുമ്പോൾ 3 വർഷം ആകുമ്പോൾ കായ്ക്കും. ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു ലോങ്ങൻ കയ്യേറിയിട്ടുണ്ട്. എൻ്റെ മച്ച തന്നെയാണ് എല്ലാ വെറൈറ്റി ഫ്രൂട്ടുകളും നടുന്നത്. എങ്കിലും കായ്ക്കാതെ വരുന്നത് സ്ഥലപരിമിതി കൊണ്ട് മുറിച്ച് കളയുന്നതാണ്. വലിയ ഗുണമൊന്നും ഇല്ലാത്തതും മുറിച്ച് കളയും. ഇത്രയൊക്കെ വലിയ ട്രീ മുറിച്ചിട്ടാണ് അവിടെ ഒരു ലോങ്ങൻ നട്ടത്. അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് അതും സീഡ് നട്ടതാണ്. 7 വർഷമായി. അതിൻ്റെ മുകൾ ഭാഗം വേനലാകുമ്പോൾ ഉണങ്ങിയിട്ട് പിന്നെ താഴെ നിന്ന് കിളിർത്ത് വരികയാണ് ചെയ്യുന്നത്. ഇതാണ് ലോങ്ങൻ. ലോങ്ങൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 40 വെറൈറ്റികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ 4-5 വെറൈറ്റികൾ ഉണ്ട്. 4 വെറൈറ്റികൾ: ഡയമണ്ട് റിവർ, പിങ് പോങ്, 4 സീസൺ ലോങ്ങൻ, റൂബി ലോങ്ങൻ എന്നിവയാണ് ഇതിൽ മെയിനായിട്ട് നല്ലത്. നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടത്. നഴ്സറികളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിത് ഉള്ളതിൽ നല്ല പ്ലാന്റുകൾ ഇതൊക്കെയാണ്. പിന്നെ ഇതാണ് മുറിച്ചുകളയൽ ഭീഷണി നേരിടുന്ന മറ്റൊരു പ്ലാന്റ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. ദയവായിട്ട്. ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ആരും ഞാൻ നോക്കിയിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ വയ്യ. ഇതെന്ന് വെച്ചാൽ ധാരാളം കായ്കളുണ്ട്. എപ്പോഴും കാണും, ഫ്രൂട്ട് എപ്പോഴും കാണും. പക്ഷേ ചെറിയ പുളിപ്പും ചെറിയ മധുരവും മുള്ളാത്തയുടെ ഇനത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. യെല്ലോ കളറാണ് ഇതിൻ്റെ. നല്ല നമ്മൾ ഇതിനെ പറിച്ചു വെച്ച് പഴുപ്പിക്കുകയാണെങ്കിൽ മുള്ളാത്തയുടെ ഒരു യെല്ലോ കളറാണ് ഇതിൻ്റെ പുറമേ വരുന്നതും അകവും യെല്ലോ കളറാണ് വരുന്നത്. ഫസ്റ്റ് ഫ്രൂട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പുറവും അകവും യെല്ലോ കളറായിരുന്നു. പക്ഷേ ഒരു ഗുണവും ഇല്ലായിരുന്നു. വെറും പച്ചവെള്ളം കുടിക്കുന്നത് പോലെ ഇരുന്നു. മധുരമോ പുളിപ്പോ ഒരു തരി പോലും ഇല്ലായിരുന്നു. പിന്നെ നമ്മളിതിനങ്ങനെ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. നിൽക്കട്ടെ, നോക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇടയ്ക്ക് നാൾക്ക് ഒരെണ്ണം കിളികളൊന്നും കൊത്താതെ വവ്വാലൊന്നും കൊണ്ടുപോകാതെ ഒരെണ്ണം കിട്ടിയായിരുന്നു. ഇതിൽ നിന്ന് തന്നെ പഴുത്ത് വീണ ഒരു ഫ്രൂട്ടായിരുന്നു. അത് നോക്കിയപ്പോൾ ചെറിയ മധുരവും ചെറിയ പുളിയും ഒക്കെ ഉണ്ടായിരുന്നു. രണ്ട് കായ്കൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ കാ. നമുക്കിപ്പം അതിൽ നിന്ന് തന്നെ പഴുത്ത് കിട്ടിയതാണ്. തറയെ വീണുപോയി, ഒരു ഭാഗം ചതഞ്ഞു പോയി. ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ അകത്ത് സീഡും ഒരു യെല്ലോ കളറിലുള്ളതാണ് സീഡ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, നല്ലതായാലും ചീത്തയായാലും ഉള്ളവർ ഒന്ന് അഭിപ്രായം ചെയ്തേക്കണം. നിർത്താൻ കൊള്ളാവുന്ന ഫ്രൂട്ടാണോ എങ്ങനെയാണ്? ചിലർ കണ്ടിട്ട് പറയുന്നത് ക്യാൻസറിനൊക്കെ നല്ലൊരു ഇതായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണെന്ന് പറയുന്നു. ഇതിൻ്റെ അഭിപ്രായം എല്ലാവരും ഒന്ന് പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് അതിൻ്റെ സീഡ്. തറയിൽ വീണതുകൊണ്ട് ഇത് നിന്ന് ഒരുമാതിരി വെടിച്ചണക്കാവും. ഇതാണ് ഇതിൻ്റെ പുറം ഭാഗം. ഇത് നിന്ന് പഴുത്തതാണ്. അതിപ്പോൾ നിന്ന് പഴുക്കുമ്പോൾ അത്ര പുറമേ യെല്ലോ കളർ വരുന്നില്ല. തറയിൽ വീണുപോയി. നിന്ന് പഴുത്ത് കഴിയുമ്പോൾ വെടിക്കുന്നത് പോലെ ആകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അഭിപ്രായം എല്ലാവരും പറയുക. ഓക്കെ, താങ്ക് യു.